ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു നല്ല ഇയർബഡിൽ എന്തൊക്കെ ഫീച്ചർ ഉണ്ടാവണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചാലും വേണ്ടില്ല, അത്രയും ഫീച്ചറും കുത്തി നിറച്ചുകൊണ്ട് ഒരു ഗംഭീര ക്വാളിറ്റിയിൽ ഒരു നല്ല ബഡ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ദ മോസ്റ്റ് പ്രീമിയം ഗാലക്സി ബഡ്സ് 2 Pro. എല്ലാ ഫീച്ചേഴ്സും ഒരു നോർമലി എന്തൊക്കെ വേണം നമ്മൾ ആഗ്രഹിക്കുമോ അതെല്ലാം ഇതിനകത്തുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും തോന്നും ഇതൊരെണ്ണം വാങ്ങിച്ചാൽ കൊള്ളാമല്ലോ എന്ന്. അത്രയധികം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും അവർ ഇതിനകത്ത് നിറച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു പ്രീമിയം മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ഒരു പ്രീമിയം ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ഒതുങ്ങിയ വളരെ കനം കുറഞ്ഞ ഒരു ടൈപ്പ് ബഡ്സിൻ്റെ പാക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു തരത്തിലുള്ള ഹെവി വെയിറ്റോ കാര്യങ്ങളോ ഇല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ വളരെ സുഖകരമാണ്. ഓപ്പൺ ചെയ്ത് ബഡ്സ് ഒക്കെ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. മുമ്പത്തെ ബഡ്സ് 2 Proയേക്കാൾ 15% സൈസ് കുറവാണിത്. കുറേ കൂടി കംഫർട്ടബിൾ ആണ്, ഫിറ്റായിട്ട് ഇരിക്കുമെന്നാണ് അവർ പറയുന്നത്. സോ ഓവറോൾ കാണാൻ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം 24 ബിറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. 24 ബിറ്റ് സൗണ്ട് ക്വാളിറ്റി, സാംസങ് പറയുന്നത് വയർലെസ് ഇയർബഡിൽ ഇത് ആദ്യമായിട്ടാണ് 24 ബിറ്റ് സൗണ്ട് ക്വാളിറ്റി വരുന്നതെന്നാണ്. അതായത് ഫസ്റ്റ് എവർ വയർലെസ് ബഡ്സ് വിത്ത് 24 ബിറ്റ് സൗണ്ട് ക്വാളിറ്റി, ഇങ്ങനെയാണ് അവർ പറയുന്നത്. സോ എന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ഡീസൻ്റായ ഒരു ബേസ് ലെവൽ, നല്ല ഒരു ട്രെബിൾ ലെവൽ, ഓവറോൾ ഗുഡ് ക്വാളിറ്റി. ഒരു തരത്തിലുള്ള ഇഷ്യൂസും നമുക്ക് സൗണ്ട് ക്വാളിറ്റി, നമ്മൾ മ്യൂസിക് ലിസണിങ്ങിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. 360 ഡിഗ്രി സൗണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡോൾബി സറൗണ്ട് സൗണ്ട്, നല്ല ക്വാളിറ്റിയിൽ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മ്യൂസിക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹെഡ് ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നോർമലി ഒരു ഇയർബഡ് വെച്ചുകൊണ്ട് നമ്മൾ ചെവിയിൽ വെച്ച് ഒരു സിനിമ കാണുകയാണ്, നേരെ മുമ്പിൽ സിനിമ വെച്ചിരിക്കുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സൈഡിലേക്ക് തിരിഞ്ഞാലും സിനിമ അവിടെയാണെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് സൗണ്ട് കേൾക്കുക. അതായത് ഒരു ഇയർബഡിൽ നിന്നായിരിക്കും കൂടുതൽ സൗണ്ട് വരിക ആ ഭാഗത്തു നിന്ന്. പിന്നെ ഞാൻ നേരെ തിരിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാം. ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ഈ സൈഡിൽ നിന്നായിരിക്കും സിനിമയുടെ സൗണ്ട് നമ്മൾ കേൾക്കുക. കാരണം സിനിമ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ടാണ് ഹെഡ് ട്രാക്കിംഗ് ഓൺ ചെയ്തിരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. സോ ഒരു അടിപൊളി സംഭവമാണ്. സിനിമ കാണുമ്പോൾ പ്രത്യേകിച്ചും ഗംഭീരമായ രീതിയിൽ യൂസ്ഫുൾ ആവും. സൗണ്ട് ക്വാളിറ്റി പ്ലസ് ഈ പറഞ്ഞ ഒരു ഹെഡ് ട്രാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒപ്പം 360 ഡിഗ്രിയുടെ സറൗണ്ട് സൗണ്ട് ക്വാളിറ്റി ഡോൾബി ലെവലിൽ തന്നെ കിട്ടുന്നു. റെക്കോർഡിങ്ങും 360 ഡിഗ്രിയിൽ തന്നെ ചെയ്യാം. സോ സൗണ്ടിൻ്റെ കാര്യത്തിൽ ടോപ്പ് ക്വാളിറ്റിയാണ്. പിന്നെ സൗണ്ട് ഡിറ്റക്ഷൻ, അതും ഒരു ഗംഭീര ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു യൂസേജിൽ വരുന്ന വലിയൊരു കൺവീനിയൻസ് ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇയർബഡ് വെച്ചുകൊണ്ട് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് സംസാരിക്കാൻ വരുന്നു. അയാൾ നമ്മളോട് സംസാരിക്കണം. നമ്മൾ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അസുഖമാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോർമലി ഈ ഇയർബഡിലെ വോളിയം താനെ അങ്ങോട്ട് കുറയും. നമ്മൾ സൗണ്ട് കുറയ്ക്കുകയും വേണ്ട, മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട, ഒന്നും നിർത്തേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ നമ്മുടെ സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഗതിയുടെ വോളിയം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട് എന്തായാലും അതിൻ്റെ വോളിയം കുറയും. നമുക്ക് പുറത്തുനിന്ന് വന്ന ആളോട് സംസാരിച്ച് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് വീണ്ടും വോളിയം താനെ കൂടും, നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു അടിപൊളി പരിപാടിയല്ലേ ഈ സൗണ്ട് ഡിറ്റക്ഷൻ. അതുണ്ട്. ഇവിടെ ഡെമോ ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. അതായത് നമുക്കത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് വെച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ഈ മൈക്കിലൂടെ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാൻ ശ്രമിക്കാം. കേട്ട് നോക്കൂ എത്രത്തോളം മനോഹരമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ മൈക്ക് എടുത്തിട്ട് ഈ ഇയർബഡ് ഞാൻ മൈക്കിലേക്ക് വയ്ക്കാം. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ നിങ്ങൾ പാട്ട് കേട്ടു, പക്ഷെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടോ, ഞാൻ മ്യൂസിക് പ്ലെയറിലെ സൗണ്ട് ഒന്നും കുറച്ചിട്ടില്ല. അല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ വഴിക്ക് മ്യൂസിക്കിന്റെ വോളിയം കുറഞ്ഞു. ഇനി ഞാൻ സംസാരം നിർത്തിയാൽ എന്ത് സംഭവിക്കും? കണ്ടോ, ഓട്ടോമാറ്റിക്കലി മ്യൂസിക്കിന്റെ സൗണ്ട് കൂടി, ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഓട്ടോമാറ്റിക്കലി സൗണ്ട് കുറഞ്ഞു. സോ ഇതിൻ്റെ പേര് സൗണ്ട് ഡിറ്റക്ഷൻ എന്നാണ്. ഈ ഒരു സംവിധാനം മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
സോ ഒരു ഗാലക്സി ബഡ്സ് 2 Pro ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങളിത് ചെവിയിൽ നിന്ന് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് അല്ലെങ്കിൽ സൗണ്ട് കുറച്ച് കൂട്ടി പാട്ട് പ്ലേ ആക്കി പൗസാക്കി അങ്ങനെയൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരില്ല. ഈസി ആയിട്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. സോ ടോട്ടലി നല്ല സൗണ്ട്, നല്ല ബേസ്, നല്ല ഫീച്ചേഴ്സ്, ഓഡിയോ ക്വാളിറ്റി, ഓവറോൾ ഗംഭീരമായ ക്വാളിറ്റിയുള്ള നല്ല സൗകര്യപ്രദമായ ഒരു ഗാലക്സി ബഡാണ്. സൗണ്ടിൻ്റെ കാര്യത്തിൽ എക്സലൻ്റ് ആണ് ഇതിൻ്റെ എല്ലാ മേഖലയും. അത് മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് തന്നെയും അടിപൊളിയാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. അത് കണ്ടോ, ചെവിയമൊക്കെ തട്ടി താഴെടാൻ നോക്കിയാലും കണ്ടോ, ഇതിലും കൂടുതൽ ശക്തിയിലൊന്നും ആരും തട്ടില്ല. കാരണം ഇത്രയൊക്കെ തട്ടിയാൽ തന്നെയും താഴെ വീഴില്ല. ഈവൻ തലയൊക്കെ ഇട്ട് ആട്ടിയാലും കണ്ടോ, എത്ര ശക്തിയിൽ ആട്ടിയാലും അത് താഴെ പോകുന്ന പ്രശ്നമൊന്നും വരുന്നേയില്ല. പെർഫെക്റ്റ് ഫിറ്റ് കണ്ടോ, അവിടെ തന്നെ ഇരിക്കും. എന്ന് വെച്ചാൽ ഓവർ ടൈറ്റ് ഒന്നുമില്ല, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ ഡീസൻ്റായ രീതിയിൽ സെറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഗാലക്സി ബഡ്സ് ആണ്. മുമ്പത്തെ ഗാലക്സി ബഡ്സുമായിട്ട് കമ്പയർ ചെയ്താൽ ബഡ്സ് പ്രോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു 15% സ്മോളർ ആണെന്നാണ് കമ്പനി പറയുന്നത്. കംഫർട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. മറ്റൊരു മെയിൻ ഹൈലൈറ്റ് സൗണ്ടിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ കംഫർട്ട് അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് IP68 വാട്ടർ സെൻസ് സംവിധാനമൊക്കെ വരുന്നുണ്ട്. സോ വയർപ്പായാലും വെള്ളം പെട്ടെന്നൊക്കെ ആയാലും ഒന്നും വെള്ളം കയറി നശിക്കുന്ന അവസ്ഥയൊന്നുമില്ല. ഡ്യൂറബിലിറ്റി ഒക്കെ ഓക്കെയാണ്. ഇതിൻ്റെ ബാറ്ററി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബഡ്സിനകത്ത് 61 mAh ബാറ്ററിയാണ് വരുന്നത്. 515 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു കേസിനകത്ത് വരുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിക്കാതെയാണ് നിങ്ങൾ ഈ ഗാലക്സി ബഡ്സ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 8 മണിക്കൂർ വരെയാണ് കമ്പനി ഇതിനകത്ത് നമുക്കൊരു ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് പറയുന്നത്. 4-5 മണിക്കൂറൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടും ബാറ്ററി തീർന്ന് ഓഫ് ആവുന്ന അവസ്ഥയൊന്നും കണ്ടില്ല. സോ നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ കേസ് അടക്കം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 29 മണിക്കൂർ വരെ കിട്ടും. പക്ഷേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കുറയുന്നുണ്ട്. 5 മണിക്കൂർ വരെയാണ് ഗാലക്സി ബഡ്സ് ഡയറക്റ്റായിട്ട് നമുക്ക് തരിക. കേസ് അടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ 18 മണിക്കൂർ വരെ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ടോക്ക് ടൈമിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അത് ഇത്തിരി കൂടി പവർ കൺസംഷൻ കൂടിയ പരിപാടിയാണ്. 3.5 മണിക്കൂറാണ് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബഡ്സിലൂടെ സാധിക്കുക. ഗാലക്സി ബഡ്സിൻ്റെ കേസ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ 14 മണിക്കൂർ വരെയാണ് പറയപ്പെടുന്നത്. സോ ഓവറോൾ നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഗാലക്സി ബഡ്സ് തരുന്നുണ്ട്. കോളിൻ്റെ കാര്യം പറയുമ്പോൾ കോൾ ക്വാളിറ്റി ഒരു പ്രധാന ഘടകമാണ്. 2 മൈക്കുകൾ ഔട്ടർ സൈഡിലും 1 മൈക്ക് ഇന്നർ സൈഡിലും, ടോട്ടലി 6 മൈക്കുകൾ, രണ്ടിലും കൂടെ 6 മൈക്കുകൾ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും. മൊത്തത്തിൽ ഓവറോൾ കോൾ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ഇത്രയധികം മൈക്കുകൾ വെച്ചുകൊണ്ടാണ്. സോ കോൾ ക്വാളിറ്റി, മൈക്കും കാര്യങ്ങളും എണ്ണമൊക്കെ അവിടെ നിൽക്കട്ടെ, കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കേട്ട് നോക്കിയോളൂ. ഹായ്, ഞാനിപ്പോൾ ഗാലക്സി ബഡ്സിലൂടെയാണ് സംസാരിക്കുന്നത്. ഗാലക്സി ബഡ്സ് 2 Proയിലൂടെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് കോൾ ക്വാളിറ്റി? ഈ ഒരു ബഡ്സിൽ നിന്ന് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. ഇത് മതിയോ നിങ്ങളുടെ ആവശ്യത്തിനെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ രീതിയിലാണ് ഇതിൻ്റെ കോൾ ക്വാളിറ്റി വരുന്നത്. എന്നെ സംബന്ധിച്ച് കൊള്ളാം, എങ്കിലും കുറച്ചുകൂടി നന്നാവാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ബഡ്സിൻ്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാച്ചിൽ നിന്നും കൺട്രോൾ ചെയ്യാം. നമ്മുടെ കയ്യിൽ കിടക്കുന്നത് ഗാലക്സി വാച്ച് 5 Pro ആണ്. ഈ വാച്ചിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ബഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഇതിൻ്റെ നല്ലൊരു ഇക്കോ സിസ്റ്റത്തിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇയർഫോൺ വരുന്നത് മെഷീൻ ലേണിംഗ് ബേസ്ഡ് സൊല്യൂഷൻസും ആയിട്ടാണ്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ സൗണ്ടുകൾ ലൈക്ക് കാർസ്, വിൻഡ്, എമർജൻസി വെഹിക്കിൾസ് അങ്ങനെയുള്ളവരുടെയൊക്കെ സൗണ്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും മറ്റുമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സാധിക്കും. അതായത് മെഷീൻ ലേണിംഗ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് സാരം. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയ കണക്ടിവിറ്റി സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ കണക്ഷനിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല. സീംലെസ് കണക്ടിവിറ്റിയാണ്. സാംസങ് ഡിവൈസുകളാണെങ്കിൽ പറയണ്ട. ഒരു ഡിവൈസിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഡിവൈസിൽ കോൾ വന്നാൽ, നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ TV-യിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ വേറൊരു ഫോണിലാണ് കണക്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്ന ഒരു ഫോണിൽ കോൾ വന്നാൽ ഓട്ടോമാറ്റിക്കലി ബഡ്സ് പോയിട്ട് ആ ഫോണിൽ കണക്റ്റായി കോൾ സംസാരിക്കാം. കോൾ കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പഴയ ഫോണിലേക്ക് തന്നെ പോകും. അങ്ങനെയൊക്കെ പോവോ? സംശയമുണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കവിടെ കാണാം, നമ്മുടെ S22 Ultraയിലാണ് ഗാലക്സി ബഡ്സ് 2 Pro കണക്റ്റ് ആയിരിക്കുന്നത്. ബാറ്ററി പെർസെൻറ്റേജ്, നോയ്സ് ക്യാൻസലേഷൻ ലെവൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഇതിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗാലക്സി ഫോൾഡ് ഫ്ലിപ്പിൽ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുള്ളൂ. എന്നാൽ ഇതിലൊരു കോൾ വന്നാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് കണക്റ്റായി കോളിൽ സംസാരിച്ച് കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് പഴയ ഡിവൈസിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇതിലേക്ക് കോൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, കോൾ വന്ന വഴിക്ക് തന്നെ ബഡ്സ് 2 Pro കണക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടോ ബാറ്ററി പെർസെൻറ്റേജ് എല്ലാം പോയി, ഇവിടെ നിന്ന് കട്ടായി. ഇപ്പോൾ ഇതിനകത്താണ് ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത്. അതായത് ഇതിലേക്ക് കണക്റ്റായി. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സംസാരിച്ച് കഴിഞ്ഞ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കാം. കണ്ട, കണക്റ്റഡ്, ഇതിലേക്ക് തിരിച്ചു വന്നു. കണ്ടോ, അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഡിവൈസിൽ കോൾ വരുന്നോ
ആ കോള് നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് മറ്റേ പഴയ ഡിവൈസിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് ഇതിൻ്റെ സൂപ്പർ പവർ. സോ ഗാലക്സി ഡിവൈസുകൾ, സാംസങ് ഡിവൈസുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഒരു ഗാലക്സി ബഡ്സ് വർക്ക് ചെയ്യും. ഏത് ഡിവൈസിൽ നിങ്ങൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ശരി, ഫോണിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കണക്ട് ആവും. നമുക്ക് കോൾ സംസാരിക്കാം, കട്ട് ചെയ്യുമ്പോൾ തിരിച്ച് പഴയപടി. ഇപ്പോൾ ടി വി ഒക്കെ കാണുന്നവരാണെങ്കിൽ അടിപൊളിയാണ്, വേറെ ലെവലാണ്. സോ സംഗതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കേണ്ട ഈ വീഡിയോ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി ഇതിന്റെ മറ്റു ചില ചെറിയ ചെറിയ ഫീച്ചറുകൾ നോക്കിയാൽ ബിക്സ്ബി വോയിസ് വേക്കപ്പ്, നെക്ക് സ്ട്രെച്ച്, അതായത് കുറേ നേരം നമ്മൾ ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ നെക്ക് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറയുന്ന ഒരു റിമൈൻഡറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം വരും. പിന്നെ ഓഫ്ലൈൻ ഡിറ്റക്ഷൻ, അതായത് ഓഫ്ലൈൻ ആയിട്ട് ഈ ഫോൺ ഇത് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സൗണ്ട് ഉണ്ടാക്കിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻ അടക്കം നമുക്കിവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, കണ്ടോ? ഈ രീതിയിൽ നമുക്ക് ഈ ഗാലക്സി ബഡ്സ് എവിടെയായിരിക്കും വെച്ചാൽ അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നോട്ടിഫൈ മീ, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഈ ഗാലക്സി ബഡ്സ് എവിടെയെങ്കിലും മറന്ന് വെച്ചിട്ട് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ പോകുന്നതിനിടയ്ക്ക് നമുക്ക് മെസ്സേജ് വരും, നിങ്ങൾ ഗാലക്സി ബഡ്സ് അവിടെ വെച്ച് മറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കും ഈ ഒരു ഡിവൈസ്. സോ അതും ഒരു ഗംഭീര ഫീച്ചർ തന്നെ. സോ മൊത്തത്തിൽ സാംസങ് ഗാലക്സി ബഡ്സ് 2 Pro എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡിന്റെ പ്രൈസ് 17,000 രൂപ റേഞ്ചിലാണ്. ആ ഒരു റേഞ്ചിൽ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനുതകുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഈ കണ്ടത് മുഴുവൻ. കൊടുക്കുന്ന കാശിനുള്ള ഫീച്ചേഴ്സ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വിലയ്ക്കുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ? അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗാലക്സി ബഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവരെക്കുറിച്ച്? ഈ ഒരു ഗാലക്സി ബഡ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.